കേരളത്തിൽ ഒരാളെങ്കിലും CPM-നെ ഒരു ദിവസം വിമർശിക്കാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ള പ്രവൃത്തികളാണ് പാർട്ടി അണികൾ കാണിച്ചു കൂട്ടുന്നത്. ഒരുപാട് നേതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ വേരോടെ നശിപ്പിക്കുകയാണോ എന്ന് തോന്നിപ്പോകും വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതിന്റെ ഉദാഹരണമായി ഇപ്പോൾ CPM-നെയും SFI-യെയും വിമർശിച്ചിരിക്കുകയാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ. തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച കുടുംബമായിരുന്നുവെന്നും അച്ഛന്റെ തകർച്ചയോടെ കുടുംബത്തിലെ കമ്മ്യൂണിസവും അവസാനിച്ചുവെന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട്. അല്പം പോലും ബുദ്ധിയില്ലാത്ത സമയത്ത് താൻ SFI ആയിരുന്നുവെന്നും ബുദ്ധി വന്നപ്പോൾ താൻ ABVP ആയി. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും മാറാനുണ്ടായ കാരണം ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത്. അച്ഛൻ ഭയങ്കര CPM-കാരനായിരുന്നു. അച്ഛന്റെ പ്രധാന ജോലി തന്നെ കോൺഗ്രസുകാരെ തല്ലാൻ പോകുന്നതായിരുന്നു. അധ്യാപകനാണെങ്കിലും അച്ഛൻ തല്ലാൻ പോയിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുടുംബത്തിന് പാരമ്പര്യമായുള്ളതുപോലെ ചെങ്കൊടിയും പിടിച്ച് തോട്ടുവരമ്പത്തുകൂടെ മുദ്രാവാക്യം വിളിച്ചു നടക്കുമായിരുന്നു. ചെങ്കൊടി തൊട്ടു കളിക്കേണ്ട, ഇത് ചന്ദ്രനിലെത്തിയ കൊടിയാണ് എന്നായിരുന്നു മുദ്രാവാക്യം വിളിച്ചിരുന്നത്. അല്പം പോലും ബുദ്ധിയില്ലാതിരുന്ന കാലത്ത് ഞാൻ SFI ആയിരുന്നു. കുറച്ച് ബുദ്ധി വന്നപ്പോൾ ഞാൻ KSU ആയി. അല്പം കൂടി ബുദ്ധി വന്നപ്പോൾ ഞാൻ ABVP ആയി. അച്ഛന്റെ കമ്മ്യൂണിസം അച്ഛന്റെ തകർച്ചയോടുകൂടി കഴിഞ്ഞു. അത് കണ്ടിട്ടാണ് ഞാൻ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. സ്കൂളിൽ നിന്നും പെൻഷനായി ഇറങ്ങിയ ശേഷം വീടും സ്ഥലവും വിറ്റ് അച്ഛൻ ബസ് വാങ്ങിയ കഥയാണ് വരവേൽപ്പ്. അറിയാത്ത പരിപാടി അച്ഛൻ ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ ബസ് വാങ്ങിയപ്പോൾ ബൂർഷ്വാസിയായി. മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളായി. ബസ്സിന് മുന്നിൽ കൊടിയും കുത്തി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ തടഞ്ഞു വെച്ചു. പിന്നീട് ബസ് മുഴുവൻ തല്ലിപ്പൊളിച്ചു. ബസ് ജപ്തി ചെയ്തു. ഇതോടെ കുടുംബത്തിന് കമ്മ്യൂണിസവുമായുള്ള ബന്ധം കുറഞ്ഞു. ഇത്തരത്തിലുള്ള പല പല സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് വ്യക്തികൾ ഈ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് മാറിയിട്ടുണ്ട്. അവസരം മുതലെടുത്തുകൊണ്ടുള്ള പാർട്ടിയുടെ നയങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും ഭാവിയിൽ ശൂന്യമായേക്കാം.